ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് SIT. അതേസമയം കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT തലവൻ SPS ശശിധരൻ ഇന്ന് ഹൈക്കോടതിക്ക് സമർപ്പിക്കും. ആദ്യ 2 കേസുകളിലും കുറ്റപത്രം നൽകുന്നതിലെ പുരോഗതി, 2025 ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ കേസെടുക്കുന്ന കാര്യം, സാമ്പിൾ പരിശോധനാ ഫലം എന്നിവയെല്ലാം കോടതിയെ അറിയിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണയും കൊച്ചിയിൽ നിന്ന് മിഥുൻ അയ്യപ്പനും ചേരുന്നുണ്ട്. ആദ്യം വീണയിലേക്കാണ്. വീണ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് PS പ്രശാന്തുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം കൂടുതൽ ത്വരിതത കാണിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതെല്ലാം കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടാണ്. ഇപ്പോൾ അന്വേഷണ സംഘം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് എത്തുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്ന് തന്നെ പ്രശാന്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണോ? സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനു മുമ്പും ഈ ഇടക്കാല റിപ്പോർട്ട് SIT സംഘം കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ തിരുവനന്തപുരത്ത് ഉള്ള അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ആ സമയത്ത് തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മൊഴിയെടുപ്പും ചോദ്യം ചെയ്യലും ഒക്കെ നടക്കുന്നത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2025 സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SIT സംഘം എത്തിയിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ചില നിർണായക രേഖകൾ, ഫയലുകൾ അടക്കം ഇത് SIT സംഘം ശേഖരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സാഹചര്യത്തിലാണെങ്കിൽ അധികം വൈകാതെ തന്നെ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2019 നടന്ന ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കവർച്ചയുമായി ബന്ധപ്പെട്ട് അതിലൊരു ഗൂഢാലോചന നടന്നിരുന്നു എന്ന് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. ആ ഗൂഢാലോചന മറച്ചുവെക്കാനാണ് ഈ 2025 ഇത്തരത്തിൽ സ്വർണം പൂശുന്നതിനായി വീണ്ടും നൽകിയതെന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യം. അത് കൃത്യമായി തന്നെ വീണ്ടും നൽകുമ്പോൾ അത് മഹസറിൽ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ഇതിന് പിന്നിൽ തുടർച്ചയായി തന്നെ ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമായ സാഹചര്യമുണ്ട്. നേരത്തെ ഈ PS പ്രശാന്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണമൊക്കെ നടക്കുന്നത്. ആ കേസ് അന്വേഷണം നടക്കുന്ന സമയങ്ങളിലാണെങ്കിൽ പോലും PS പ്രശാന്ത് കൈ കഴുകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. തൻ്റെ ഭരണസമിതിയുടെ കാലത്തല്ല, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയില്ല, തന്നെ ഭരണസമിതി അംഗങ്ങളെ ഇത് ബാധിക്കില്ല എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള ഒരു സമീപനമാണ് PS പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് നിർണായക മൊഴികൾ വന്നു, തെളിവുകൾ വന്നു, ശാസ്ത്രീയ പരിശോധനയടക്കം വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ തന്നെ ദേവസ്വം ബോർഡിലെ നിരവധി ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കം നടപടികളിലേക്ക് വന്നു. പിന്നീട് ഈ സംസ്ഥാനത്ത് ഈ തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ, അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വന്നപ്പോൾ ആ കേസ് അന്വേഷണം മന്ദഗതിയിലാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ സംഘത്തിന് നേരെ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വീണ്ടും ഈ വിഷയം കൂടുതൽ അന്തിമ റിപ്പോർട്ട് വൈകുന്നതിലടക്കം വിമർശനം ഉണ്ടാവുകയും തുടർന്ന് 2025 സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് എടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് SITയുടെ അന്വേഷണത്തിൽ തെളിയുകയും തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളിലടക്കം തെളിവുകൾ ശേഖരിക്കുകയും നടപടികളിലേക്ക് SIT സംഘം കടന്നിരിക്കുകയും ചെയ്യുന്നത്. 23 വരെയാണ് ഹൈക്കോടതി സമയം നൽകിയിരിക്കുന്നതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവ് ശേഖരിക്കലും മറ്റ് നടപടികളുമൊക്കെ SITയുടെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കോളിളക്കം സൃഷ്ടിച്ച, ഒപ്പം തന്നെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ഹിന്ദുക്കൾക്കിടയിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെയായിരുന്നത്. കേരള രാഷ്ട്രീയത്തിലടക്കം നിർണായക ചലനങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവവും അതുപോലെ തന്നെ അന്വേഷണവും ഒക്കെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വീണ. കാരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് SITക്കെതിരെ പലവിധമായ ആരോപണങ്ങൾ ഒരു സമയത്ത് നിലനിന്നിരുന്നു. ഇപ്പോഴും അതിൽ സംബന്ധിച്ച പല വിമർശനങ്ങളുമുണ്ട്. എപ്പോഴും എല്ലാവരും ചോദിച്ചൊരു കാര്യം, ഈ സ്വർണ്ണക്കവർച്ച മറച്ചുപിടിക്കാൻ ശ്രമങ്ങൾ നടത്തിയ PS പ്രശാന്തിനെ എന്തുകൊണ്ട് SIT അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതിന് പിന്നാലെയാണ് 2025 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിന് പങ്കുണ്ടെന്നുള്ള കണ്ടെത്തലിലേക്ക് പോകുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ എത്തുമ്പോഴും പ്രശാന്തിൻ്റെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളാണ്, അല്ലെങ്കിൽ അത് സംബന്ധിച്ച സൂചനകളാണ് പുറത്തു വരുന്നത്. വീണ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ മിഥുനിലേക്ക് പോവുകയാണ്. മിഥുൻ, ഇന്ന് കോടതിയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അന്വേഷണ സംഘത്തലവനായിട്ടുള്ള S ശശിധരൻ SP നേരിട്ടെത്തി സമർപ്പിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പലവിധമായ കാര്യങ്ങളിൽ കോടതിയിൽ അന്വേഷണ സംഘത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ PS പ്രശാന്തിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണയടക്കമുള്ളവർ നൽകുന്ന സൂചന. ഈ റിപ്പോർട്ടിൽ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിഥുൻ?
തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യയിലാകെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ശബരിമലയിലെ സ്വർണ്ണ കവർച്ചാ കേസ്. നിരവധി ഭക്തരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അയ്യൻ്റെ പരിപാലനമായിട്ടുള്ള ആ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ കടത്തി അതിൽ നിന്ന് സ്വർണ്ണമെല്ലാം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ഇത് സംബന്ധിച്ച് കോടതിയിൽ ഇന്ന് നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ അന്വേഷണ തലവൻ ഈ ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ നേരിട്ട് ഹാജരായി ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണ പുരോഗതി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു ഇടക്കാല ഉത്തരവിലേക്ക് കോടതി ചെല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ആ ഇടക്കാല ഉത്തരവിൽ ആരുടെയെല്ലാം ചീട്ട് കീറും എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശാന്ത് അടക്കമുള്ളവർക്കെതിരെ നടപടി, മുൻ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുന്നതടക്കമുള്ള നടപടിയൊക്കെ SIT നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ ഇടക്കാല ഉത്തരവിലേക്ക് കോടതി പോവുക. അങ്ങനെയെങ്കിൽ അത് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കുള്ള ഒരു ഉത്തരവായിരിക്കും എന്നുള്ള ഉത്തരവാകാനുള്ളൊരു സാധ്യത തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഈ ദ്വാരപാലക ശില്പങ്ങൾ 2015 പുറത്തേക്ക് കൊണ്ടുപോയി, അതായത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാടിലേക്കും ആ നിലപാട് കൂടി SIT കോടതിയെ ധരിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, ഇതിൻ്റെ രാസപരിശോധനാ ഫലം, ഈ സ്വർണ്ണപ്പാളികളുടെ ഒരു രാസപരിശോധന നടത്തിയിരുന്നു, അതിൻ്റെ ഫലം കൂടി കോടതിക്ക് മുമ്പിലെത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവിലേക്ക്, ഇടക്കാല ഉത്തരവിലേക്ക് കോടതി കടക്കുകയാണ്. അതിൽ ആരുടെ എല്ലാം പേരുകളുണ്ടാകും അല്ലെങ്കിൽ ആർക്കെല്ലാം പ്രതികൂലമായിട്ടായിരിക്കും ആ ഉത്തരവ് വരിക എന്നുള്ളതാണ് ഈ കോടതിയെ സംബന്ധിച്ച് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇന്ന് കോടതിയിൽ പുരോഗമിക്കാനിരിക്കുന്നത്. ഓക്കെ, മിഥുനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണ കവർച്ചാ കേസിന്റെ അടുത്ത റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ കോടതി എന്തൊക്കെ പരാമർശങ്ങൾ നടത്തുമെന്നുള്ളതാണ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകുന്നേരത്തോടെ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും.